ഈശോയുടെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ലാസ്റ്റ് മിനിറ്റ് ബ്രൈറ്റ് ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് ഒരിക്കൽ കൂടെ ഞാൻ അടിവരയിട്ട് പറയുകയാണ്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം എന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 7-ന്റെ 11-ാം വാക്യം അടുത്ത ആൾക്ക് ശബ്ദം ഉയർത്തി വായിക്കാവുന്നതാണ്. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നു എങ്കിൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. നിങ്ങൾക്കറിയാം, എന്റെ മൂത്ത മോനെ പേരെ വിളിച്ചല്ലേ, ഇവരെന്നോടൊരു കാര്യം ഡിമാൻഡ് ചെയ്യും. ഇവരെന്നോടൊരു ആവശ്യമാണ്. ഈ ആവശ്യം കേട്ട അവരുടെ ഞാൻ അവരോട് മോശമായി ഇടപെടുകയില്ല. ഞാൻ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാൻ ചെയ്യും. നല്ലതാണ് കൊടുക്കും. എന്റെ മകന് നല്ലത് ലഭിക്കണമെന്ന് ദോഷിയായ എന്നോട് ഞാൻ ദോഷിയാന്ന് പറയുന്നത് തെറ്റ് ചെയ്ത് ജീവിക്കുന്ന പാപത്തിൽ വീണുപോകാവുന്ന അല്ലെങ്കിൽ സകല അല്ലെങ്കിൽ മനോപ്രകാരമുള്ള വസ്തുതകളുടെ മേൽ മുട്ടുമടക്കാൻ സാധ്യതയുള്ള ഈ ദോഷിയായ ഞാൻ എന്റെ മകന് നല്ലത് വരണമെന്ന് നല്ലത് കൊടുക്കണമെന്നൊരു പദ്ധതി എന്റെ അകത്തുണ്ട്. ചിന്തയില്ലേ, ഇവരെ നല്ലത് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്. ഇവന്റെ ജീവിതത്തിൽ നല്ലത് വെളിപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുക. ഇവന്റെ ജീവിതം അത്ഭുതം കൊണ്ടും അടയാളം കൊണ്ടും നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ ആഗ്രഹങ്ങളിൽ ഒരു നിവർത്തികരണം ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ചിന്ത മുന്നോട്ട് വെച്ചു, അല്ലെങ്കിൽ ഒരു ആഗ്രഹത്തെ മുന്നോട്ട് വെച്ചു. ഞാൻ എന്ത് ചെയ്യും? ആഗ്രഹങ്ങൾ ചിന്തയെയും മാനിക്കും. അപ്പൊ ദോഷിയായ ഞാൻ എന്റെ മകന് നല്ലത് വരണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വർഗ്ഗസ്ഥനായ എന്റെ അമ്മ, സ്വർഗ്ഗസ്ഥനായ എന്റെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ എത്രയധികം നല്ലത് തരുന്നവരാണ്. ദൈവം നടത്തിയ വിധങ്ങൾ ഇതുവരെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഏതെല്ലാം മേഖലകൾ, ഏതെല്ലാം അനർത്ഥങ്ങളിൽ, ഏതെല്ലാം ആപത്തുകളിൽ നിന്ന് നമ്മളെ വിടുവിച്ചിതുവരെ നടത്തി. പട്ടുപോകുമെന്ന് ചിന്തിച്ച മണ്ഡലങ്ങളിൽ നിന്നൊക്കെ ഇതുവരെ ദൈവം നമ്മളെ നടത്തി. ഇതുവരെ ദൈവം നമ്മളെ കൈപിടിച്ച് മുന്നോട്ട് നടത്തി. ഹല്ലേലൂയ. നമ്മുടെ ഗുണം കണ്ടിട്ടല്ല, നമ്മുടെ സ്വഭാവത്തിന്റെ സവിശേഷതകൾ കണ്ടിട്ടല്ല, നമ്മുടെ പ്രത്യേകമായ ചില തലകൾ കണ്ടിട്ടല്ല. ഹല്ലേലൂയ. സർവ്വത്തെ ഒറ്റ വാക്കുകൊണ്ട് ഉളവാക്കിയ ദൈവം തന്റെ സാദൃശ്യത്തിൽ നിർമ്മിച്ച മനുഷ്യൻ ഏറ്റവും ചന്തവും ഏറ്റവും ഉചിതമായി സകലത്തിലും വാഴണമെന്ന് ദൈവം പദ്ധതി കൽപ്പിച്ചതാണ്. മാത്രം വായിക്കാൻ കാണാൻ കഴിയുന്നു. സകലത്തെയും വാഴുന്നതിന് ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചു. മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചതിന്റെ വലിയൊരു പർപ്പസ് എന്തിനൊക്കെ എഴുതി നടക്കുന്നതിന്, പറന്നു നടക്കുന്നതിന്, വെള്ളത്തിലുള്ളതിന്, കരയിലുള്ളതിന്, സകലത്തെയും വാഴുവാൻ എന്റെ ദൈവം എന്നെ സൃഷ്ടിച്ചു. ഈ തിരിച്ചറിവ് മാനവരാശിയിൽ എപ്പോൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ പാവം എപ്പോൾ കർത്തൃത്വം നടത്തിയോ അപ്പോൾ ദൈവത്തിന്റെ മനുഷ്യൻ അകന്നുമാറി. അന്നേരം മുതൽ അവൻ വാഴേണ്ട സകലം അവനെ വാഴാൻ തുടങ്ങി. നമുക്കറിയാം, ഭരണ നിർവഹണ സംവിധാനങ്ങൾ പോലും ജീവനാലങ്ങൾക്ക് അമിതമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. മനുഷ്യരെക്കാൾ ഒരു നായ ഒരു മനുഷ്യനെ കടിച്ചാൽ അതിനെ തിരിച്ചയക്കുന്ന വകുപ്പൊന്നും വേറെ, ആ തലത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു അല്ലേ? സകലത്തെയും ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, മാനവരാശി സകല ഭീതിയിലും ഭയത്തിലും സൂക്ഷ്മമാണ് മുതൽ വലിയ സംവിധാനങ്ങളെ ഒരുപോലെ ഭയക്കുന്ന മനുഷ്യൻ, ആ ഭയത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുന്നതിനു വേണ്ടി അവസാനത്തെ ആദാമായ യേശുവപ്പ
എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രപഞ്ചത്തിലറിയുന്നു. അപ്പൊ എന്റെ ദൈവം എനിക്ക് നല്ലതേ തരത്തുള്ള ഒരു ബോധം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ രോഗം വന്ന്, പ്രശ്നം വന്ന്, അസ്വസ്ഥത വന്ന് നിന്നെ പരീക്ഷയിലൂടെ കടത്തിവിട്ട് അല്ലെങ്കിൽ നിന്റെ വിഷയങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന ഒരു ദൈവം അല്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ട്. യേശു തന്റെ തിരുവാലൂടെ പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങളെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ലേ അല്ല. എന്താ ഇരിക്കുന്നത്? പ്രിയ നമ്മുടെ രഞ്ജിത് തോമസ് സ്പിരിച്വൽ മൂവ്മെന്റിന്റെ ആ ഗ്രൂപ്പിലകത്ത സന്ദേശത്തിലേക്ക് ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നവനല്ല ഞാൻ സേവിക്കുന്ന എന്റെ ദൈവം. പിന്നെ സ്തോത്രം, ഹല്ലേലൂയ. എന്റെ കുഞ്ഞിനെ അവന്റെ കണ്ണ് നിറയുന്നത് കാണുമ്പോൾ, അവന്റെ കണ്ണ് കലങ്ങുന്നത് കാണുമ്പോൾ, അവനൊരു അസ്വസ്ഥത വരുമ്പോൾ, നെഞ്ചു പൊടിയുന്ന ഒരപ്പൻ ദോഷിയായ ഞാൻ അപ്രകാരമാണെങ്കിൽ ഒറ്റ വാക്കുകളുടെ സർവത്തിനും അടിസ്ഥാനമിട്ട് വിശുദ്ധനായ നീതിമാനായ സർവശക്തനായ ദൈവം മാനവരാശിയെ ഉണ്ടാക്കി തന്റെ പ്രാണവായുവിനെ അകത്തേക്ക് ആ ഡീപ് കോണ്ടാക്ട് വെച്ചു നിർത്തിയ ദൈവം ജീവിതത്തിൽ അനർത്ഥം തരുന്നവനല്ല. അവൻ നല്ലതേ തരുന്നു. അതും കൈവിട്ട് പറഞ്ഞ എന്റെ ദൈവം എനിക്ക് നല്ലതേ തരുന്നു. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തൊടുക്കുമെന്നോർ തെറ്റിയത് നിങ്ങൾ ഭാരപ്പെടരുത്. ഇന്ന് നല്ലൊരു വന്ന വ്യക്തിയോട് ചോദിച്ചാൽ അവർക്ക് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം രോഗമല്ല, ഭാരമാണ്, ആകുലതകളാണ്. പിന്നാണ് രോഗത്തെ പറ്റി പറയാനുള്ളത്. അപ്പൊ രോഗത്തിന്റെ റൂട്ട് തന്നെ ഹൃദയത്തിന് നിറഞ്ഞിരിക്കുന്ന ടെൻഷനാണ്. ഹൃദയം സ്വസ്ഥമാണെങ്കിൽ രോഗത്തിന് നിന്റെ മേൽ ജയിക്കാൻ കഴിയുന്നില്ല. സ്വസ്ഥമായ ഹൃദയം ഉള്ളവന്റെ മേൽ രോഗശക്തിക്ക് ജയമെടുക്കാൻ കഴിയുന്നില്ല. അപ്പൊ പലതിനെ ചൊല്ലി ടെൻഷനുണ്ട്, പലതിനെ ചൊല്ലി ആകുലതയുണ്ട്. നമ്മളെ എന്താ തലമുറയുടെ വിഷയം, സാമ്പത്തിക വിഷയം, ഹല്ലേലൂയ, ജീവിതത്തെ പറ്റിയുള്ള ഒത്തിരി കണക്കൂട്ടലുകൾ, ഭയങ്കര ടെൻഷൻ. വചനം പറയുന്നു, നിങ്ങൾ ആകുലപ്പെടരുത്. ശരീരത്തിനെ കൊണ്ട് ജീവനെ കൊണ്ട് ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ആകുലപ്പെടരുത്. എല്ലാം ഒരുവന്റെ കയ്യിൽ ഭദ്രമായി പറഞ്ഞു വരുന്നത്. ബാക്കി വായിച്ചാണ്, ആകാശത്തിലെ പറവകളെ നോക്കുകയും അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. കേട്ടോ? അപ്പൊ കളപ്പുരയെ കൂട്ടിവെക്കുന്നില്ല, നിക്ഷേപമില്ല, ബാങ്ക് അക്കൗണ്ട് ഇല്ല. അപ്പൊ അങ്ങനെയാണ് ആ തത്വം പഠിപ്പിച്ചു കൊണ്ടിരുന്ന പല സിദ്ധാന്തങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അതല്ല അവിടെ മീൻ ചെയ്യുന്നത്. നിങ്ങൾ ഈ പറന്നു നടക്കുന്ന പക്ഷികളെക്കാളും, ഓടി നടക്കുന്ന മൃഗങ്ങളെക്കാളും, ഇഴഞ്ഞു നടക്കുന്ന ജീവജാലങ്ങളെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവരത്രേ. എന്താ വിശേഷത? ദൈവം തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച സൃഷ്ടി ഒന്നേ ഉള്ളൂ, അതേതാ? മനുഷ്യൻ. തന്റെ കയ്യാ സൃഷ്ടിച്ച, തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ അകത്തേക്ക് അവൻ ജീവശ്വാസത്തെ ഊതി. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഗാഢമായ ചുംബനം. ആ ശ്വാസത്തെ അതുകൊണ്ട് പകരുന്നത് അതല്ലേ നടക്കുന്നത്. ആ സ്നേഹത്തെ റിഫ്ലക്ട് ചെയ്യുക. ഹല്ലേലൂയ. ആ ഗാഢ ചുംബനം വഴി ആ സ്നേഹത്തെ റിഫ്ലക്ട് ചെയ്യുകയാണ്. എന്നാ ചുംബനത്തിന്റെ ശക്തി, ആ ചുംബനത്തിന്റെ അതിന് പിന്നിൽ വ്യാപരിക്കുന്ന
അദ്ദേഹം എന്ന് മനുഷ്യൻ തിരിച്ചറിയാതെ പോയോ, അന്ന് മുതൽ പിശാച് അവനിൽ കർത്തൃത്വം നടത്താതെ പോയി. ഹല്ലേലൂയ. ബാക്കി വായിച്ചാൽ അവയെക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. വിചാരപ്പെടുന്നതിനാൽ ഈ ടെൻഷൻ വെച്ച് കൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. നല്ല സ്വസ്ഥമായി എല്ലാ കാര്യവും ശാന്തമായി നടക്കും. പറയാം, എല്ലാ കാര്യവും ശാന്തമായി നടക്കുക. കർത്താവിന്റെ കൂടെ, കർത്താവിന്റെ കൂടെ എല്ലാ കാര്യവും ശാന്തമായി നടക്കും. ഹല്ലേലൂയ. ബാക്കി വായിച്ചു. ആർക്ക് കഴിയും? ഓക്കെ, സങ്കീർത്തന പുസ്തകം 91 14 മുതൽ 16 വരെ ഒന്ന് വായിച്ചാണ്. സങ്കീർത്തന പുസ്തകം 91 14 മുതൽ 16 വരെ. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 91 14 മുതൽ 16 വരെ വായിച്ചാണ്. യേശുവേ ആരാധന. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 91 14 മുതൽ 16 വരെ. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ പറ്റിയിരിക്കുന്ന അനുഭവം ഉണ്ടോ? ഇതേ പറ്റിയിരുന്നാൽ മതി. ഇത് റിലേഷൻഷിപ്പിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഈ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിരിക്കുന്നത് വലിയൊരു ബന്ധം, വലിയൊരു ബന്ധം, അപ്പനും മകനും തമ്മിലൊരു ബന്ധം. ഞാനിതാ പോകുന്നു പിതാവിൻ്റെ അടുത്തേക്ക്. എന്തിന്? ഈ ബന്ധം നിങ്ങൾ ഊട്ടി ഉറപ്പിക്കുന്നതിന് ഒരുവനെ ഇങ്ങോട്ട് വിടാൻ. എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ചെയ്യും, ഉയർത്തും. ഈ ഉയർച്ച എന്ന് പറയുന്നത് നിത്യത ചെന്നിട്ട് കിട്ടുന്ന വസ്തുതയായിട്ടാണ് ഇവിടെ പരാമർശിക്കുന്നത്. ഈ ഭൗമ മണ്ഡലത്തിൽ നീ നേരിടുന്ന സങ്കീർണമായ വിഷയങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാകുമെന്ന്, ഒരു മറുപടി ഉണ്ടാകുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ അടിവരയിട്ട് പറയുക. ഉയർച്ച തന്നെ പ്രാപിക്കും. രാമൻ പറഞ്ഞാട്ട് ഞാൻ എന്റെ അപ്പയോട് പറ്റിയിരിക്കുക, അവനെ ഉയർത്തും. ഒരിക്കലും രാമൻ പറഞ്ഞാട്ട് വായിച്ചാട്ടെ ഞാൻ അവന് ഉത്തരം വരണം. എത്രാമത്തെ വാക്യം വായിച്ചത്? 15 15 വരെ വായിക്കണേ. ദീർഘായുസ്സുകൊണ്ട് ചില കാഴ്ചപ്പാടുകളൊക്കെ മാറട്ടെ. ചില അസ്വസ്ഥതയും പ്രശ്നവും വിഷയമൊക്കെ അതിനൊക്കെ നേരിട്ടുകൊണ്ട് ഇന്റർനെറ്റ് മുഖാന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ അവരുടെ കാഴ്ചപ്പാട് തന്നെ പൊട്ടിമാറട്ടെ. പാതി വഴിക്കും പട്ടുപോകാനല്ല, തീർന്നു പോകാനല്ല. എന്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ഒരു വലിയൊരു ഉറപ്പുണ്ടാകട്ടെ. പിന്നെ എന്തിനാ? അവന്റെ ദീർഘായുസ്സുകൊണ്ട് നിറയ്ക്കും. അയ്യോ പാസ്റ്ററെ ക്യാൻസർ, അയ്യോ പാസ്റ്ററെ ശരീരത്തിൽ മുഴകൾ, അയ്യോ പാസ്റ്ററെ പല വിഷയങ്ങൾ, ഡോക്ടർമാർ നോ പറഞ്ഞു. നോ പറഞ്ഞിടത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് വെച്ചെടുത്ത് അവിടെ നിന്ന് നിന്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാൻ പോവുകയാണ്. ലോകം അസാധ്യമെന്ന് പറഞ്ഞ മണ്ഡലങ്ങളിൽ ചിലതിനെ സാധ്യമാക്കി തരുന്ന ദൈവകൃപയുടെ വ്യാപാരം വെളിപ്പെടുക തന്നെ ചെയ്യും. രാമൻ പറഞ്ഞാട്ട് എങ്ങനെ നമ്മളെ നിറയ്ക്കുന്നത് പറഞ്ഞാൽ നീ പാതി വഴിക്ക് പട്ടു പോകത്തില്ലെന്ന്. ഈ പറഞ്ഞു വരുന്നതിന് ചുരുക്കപ്പെടുന്നത് നിന്റെ ഭവനത്തിനകത്ത് ശവപ്പെട്ട് കയറുവാൻ എന്റെ അപ്പ സമ്മതിക്കത്തില്ലെന്ന്. പല ദൂത് കേട്ടില്ലേ? ശവപ്പെട്ട് കയറുന്നു. സ്വത്രം വലിയൊരു പോര്, വലിയൊരു വേട്ട, വലിയൊരു കുത്ത്. എന്റെ മേൽ നിനക്ക് അധികാരം എടുക്കാൻ കഴിയത്തില്ല. കൊലക്കളത്തിൽ എനിക്ക് വേണ്ടി പിടങ്ങില്ലാതായി തീർന്ന
എനിക്ക് വേണ്ടി അവസാനമുള്ള രക്തം വരെ ഒഴുക്കി തന്നു. എന്റെ അപ്പ എന്റെ നാഥനായിരിക്കുന്നിടത്തോളം ഹല്ലേലൂയ, ഒരു രോഗശക്തിക്ക്, ഒരു മരണശക്തിക്ക് എന്റെ മേൽ ജയമെടുക്കാൻ കഴിയത്തില്ലെന്ന് ആര് വിശ്വസിക്കുന്നു അവരുടെ ജീവിതത്തിൽ ശക്തമായി നടക്കുകയാണ്. ഹല്ലേലൂയ, ചോദ്യത്താലെ ശക്തിയോടെ സ്തുതിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 17-ാം വാക്യം. മത്തായിയുടെ സുവിശേഷം 8:17 വായിച്ചാട്ടെ. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു. പ്രവചനത്തിന്റെ നിവർത്തികൾ നടക്കുക. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു. എന്താ പുരുഷൻ നടന്നത്? യേശു 600 വർഷങ്ങൾക്ക് മുമ്പ് ഹല്ലേലൂയ പുറപ്പെട്ട പ്രവചനം. ആ പ്രവചനം കേട്ടവർക്ക് ഒന്നും മനസ്സിലായി എന്ന് നടക്കും. പിന്നെ പ്രവചന ശബ്ദം കേൾക്കാതെ ഒരു കാലഘട്ടം. ഇസ്രായേൽ ജനമെന്നല്ല, ലോകത്തെമ്പാടും അരാജകത്വവും അനിശ്ചിതത്വവും കൊണ്ട് നിറയപ്പെട്ടൊരു കാലഘട്ടം. അതിന്റെ നടുവിൽ ഇതാ പ്രവചനത്തിന്റെ നിവർത്തികരണമായി വചനമായി ദൈവം ഇറങ്ങി വരും. കാൽവരിയിൽ നിവർത്തികരണം നടന്നു, കാൽവരിയിൽ പൂർത്തീകരണം നടന്നു. സകലം എനിക്ക് വേണ്ടി പൂർത്തീകരിച്ചവന്റെ കൃപയുടെ വ്യാപാരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ. സ്വതന്ത്രം വായിച്ചാട്ട വാക്യം. അവൻ നമ്മുടെ ബലഹീനതകളെ എടുത്തു, വ്യാധികളെ ചുമന്നു. ഞാൻ ചുമക്കാനല്ല, ഇന്നും ചുമന്നുകൊണ്ട് നടക്കാനല്ല, എന്റെ വ്യാധികളെ അവൻ ചുമന്നു. ഒരാമീൻ പറഞ്ഞാണ് എന്ന് യെശയ്യാപ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ ശക്തിയോടെ നമ്മെ സ്തുതിച്ചാണ്. യോഹന്നാൻ 19:30. യോഹന്നാൻ 19:30. യേശു കുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായെന്ന് പറഞ്ഞ് തലചായ്ച്ചു, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അവസാനത്തെ ക്രൂശിലെ വാക്കാണ്. യേശു അപ്പയുടെ ക്രൂശിൽ മരണത്തിലെ അവസാനത്തെ വാക്കാണ്. യോഹന്നാന്റെ സുവിശേഷം 19:30. കർത്താവിന്റെ സ്നേഹം, ആ സ്നേഹത്തെ പറ്റി ബോധ്യമുള്ളവൻ മറക്കാൻ പാടില്ലാത്തൊരു വാക്യം. പഴയ നിയമം ഇപ്രകാരം വിധികൽപ്പിക്കുന്നു: പുളിച്ചതൊന്നും അവന്റെ സന്നദ്ധയിൽ കൊണ്ടുവരുന്നു. യേശു അപ്പോഴ് തർക്കിച്ചും വാദിച്ചും കൊണ്ടിരുന്ന പരീക്ഷന്മാർ, ഞങ്ങളുടെ പൂർവന്മാരുടെ സമ്പ്രദായം ഇങ്ങനെയൊക്കെയാണ്, നീയും നിന്റെ ശിഷ്യന്മാരും അതിനെ ബ്രേക്ക് ചെയ്യുന്നു. നിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ആഹാരം കഴിക്കുന്നു. ഞങ്ങൾ ചന്തയിൽ പോയിട്ട് ഭവനത്തിൽ മടങ്ങി വരുമ്പോൾ കുളിച്ചിട്ട് ഭവനത്തിനകത്ത് കടക്കത്തുള്ളൂ. ഞങ്ങൾ ദേഹശുദ്ധി വരുത്താതെ ആഹാരം കഴിക്കത്തില്ല. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ചില തത്വങ്ങളുണ്ട്, ചില പ്രമാണങ്ങളുണ്ട്, ചില അടിസ്ഥാന ഉപദേശങ്ങളുണ്ട്. നീയും നിന്റെ ശിഷ്യന്മാരും അതിനെ ലംഘിക്കുന്നു. ശബത്ത് ദിവസം തന്നെ നീ രോഗികളെ സൗഖ്യമാക്കുന്നു. ദേവാലയത്തിനകത്ത് ഹല്ലേലൂയ ഭൂതം ബാധിച്ചവനെ ആ ഭൂതം കൊണ്ടിരിക്കുവാൻ അനുവദിക്കാത്ത യേശുവപ്പ വിട്ടുപോകട്ടെ എന്ന് പറഞ്ഞ ഭൂതം വിട്ടുമാറുന്നു. ഹല്ലേലൂയ. കുരുട്ട് കണ്ണിനെ തുറക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നു. ഞങ്ങൾക്ക് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. കർത്താവ് പറയുകയാണ്, തന്റെ ശിഷ്യന്മാരോട് പറയുന്നു, താൻ തിരികെ ശിഷ്യന്മാരെ നോക്കി പ്രകാരം പറയുന്നു, ഹല്ലേലൂയ, പരീക്ഷന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളുവേ. പല പുളിച്ച മാവിന്റെ ഉപദേശങ്ങൾ കേൾക്കുന്നുണ്ട് കേട്ടോ. എന്റെ അപ്പൻ അപ്പൻ അപ്പന്റെ അപ്പൻ പടുത്തുയർത്തി സ്ഥാപിച്ചു വെച്ച ആ തത്വങ്ങൾ തലവിൽ ചുമന്ന് നടക്കുക ഞാൻ. അയ്യോ, എനിക്കൊന്നും പറയാനില്ലേ? എന്റെ അപ്പന്റെ അപ്പന്റെ ഒന്നും പറയാൻ എനിക്കില്ലേ?
ദൈവനിഷേധിയായി ദൈവവിരോധിയായി ജീവിച്ച എന്നെ തേടി വന്ന എന്റെ അപ്പ, ഹല്ലേലൂയ, ദൈവനിഷേധിയായി ജീവിച്ച എന്നിലേക്ക് ഇറങ്ങി വന്ന എന്റെ അപ്പയുടെ സ്നേഹം അതിനപ്പുറത്തൊന്നും പറയാനില്ലേ. ഹല്ലേലൂയ. കർത്താവ് പരീക്ഷ പ്രമാണികൾ പറയണം, നിങ്ങൾ വെള്ളമെച്ച സമക്കല്ലറകളത്രേ. നിങ്ങളുടെ പുറമേ ഉള്ളത് നല്ല വെള്ളയാ, നല്ല വെളുവെളുപ്പാ. ഹല്ലേലൂയ. പക്ഷേ അകത്ത് ജീർണതയുടെ, ദുർഗന്ധത്തിന്റെ, ഹല്ലേലൂയ, മറ്റുള്ളവർക്ക് അറപ്പും വെറുപ്പും ഉണ്ടാകുന്നത് നിങ്ങൾ അടച്ച് ഭദ്രമാക്കി വെച്ചിരിക്കുക. അത് ചില ഘട്ടങ്ങളിൽ പുറത്തു വരും. നിശ്ചയം, നിശ്ചയം. പുളിച്ചമാവെ സൂക്ഷിച്ചോളാൻ പറഞ്ഞപ്പോൾ ഹല്ലേലൂയ 4000 പേർക്കും 5000 പേർക്കും ഫുഡ് ഒറ്റതിപ്പിൽ വാട്ടി നുറുക്കി കൊടുത്തവന്റെ മഹത്വത്തെ തിരിച്ചറിഞ്ഞ അപ്പോസ്തലന്മാർ പെട്ടെന്ന് പറയോ, നമ്മൾ ബാക്കി വന്ന അപ്പം എടുക്കാൻ മറന്നുപോയി. അതാ കർത്താവ് പറഞ്ഞത്, മാവ് സൂക്ഷിച്ചോളാൻ. കർത്താവ് എത്രത്തോളം നിന്നെയൊക്കെ ഞാൻ സഹിക്കും. കർത്താവ് എന്താ പറഞ്ഞത്? പരീക്ഷന്മാരുടെ പുളിച്ചമാവിനെ സൂക്ഷിച്ചുകൊള്ളുവേ. തമ്പുരാൻ വ്യവസ്ഥ കൊടുക്കുമ്പോൾ വെച്ചൊരു വ്യവസ്ഥയാണ്, ദൈവസന്നിധിയിൽ കൊണ്ടിരുന്നതൊന്നും പുളിച്ചതാകരുത്, കൊണ്ടിരുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം. പുളിപ്പിന്റെ കണ്ടന്റ് മാറ്റപ്പെടണം. ഇവിടെ ഈ പ്രമാണവാദികളായി നിൽക്കുന്ന പരീക്ഷന്മാർ അവരുടെ വസ്തുത, ചട്ടവും പ്രമാണവും നോക്കി ജീവിക്കുന്ന ഇവർക്ക് സ്വഭാവ വൈകല്യങ്ങളെ പറ്റിയാണോ ഈ പുളിപ്പെന്ന് പറയുന്നത്? അല്ല, അവർ ദൈവത്തെ അറിയാതെ ദൈവമെന്ന് ചിന്തിച്ച് ചിലതിൽ അടിയുറക്കി അത് വെച്ചുകൊണ്ട് തന്നെ സമൂഹത്തെ പല തട്ടുകളാക്കി, ഹല്ലേലൂയ, ജനതകളെ മേൽ അധികാരമെടുത്ത് പാവിയെന്നും പാപിനിയെന്നും മുദ്രകുത്തി കല്ലെറിയുവാനുള്ള അധികാരം വഹിക്കുന്ന പുളിച്ചമാവിന്റെ അനുഭവം. ദൈവസന്നിധിയിൽ വരുന്നതെല്ലാം ഒന്നും തന്നെ പുളിച്ചതാകരുത് എന്ന് തന്റെ കയ്യാൽ എഴുതി കൊടുത്ത വചനത്തെ ലംഘനം, ആ വചന ലംഘനം കാൽവരി ക്രൂശിൽ നടക്കുകയാണ്. പുളിച്ചത് കൊടുക്കരുതെന്ന് പറഞ്ഞത് ആരാണ്? വചനമായ ദൈവം. തന്റെ പിതാവിന്റെ പദ്ധതി പ്രകാരം അവൻ എഴുതി കൊടുത്ത വചനം, ആ വചനമായ ദൈവത്തിന് തന്നെ ഹല്ലേലൂയ സ്പോങ്ങിൽ ഹല്ലേലൂയ പുള്ളിച്ചതെടുത്ത് അവന്റെ അധരത്തിലോട്ട് വെച്ചു കൊടുത്തു. കാൽവരിൽ കിടന്ന് ഒരുവൻ നിലവിളിച്ചു. അവന്റെ നിലവിളി കേട്ട് ഹല്ലേലൂയ കണ്ണുകളിൽ ദാഹിക്കുന്നു, പിന്നെ ദാഹം മാറ്റാൻ ഹല്ലേലൂയ സ്പോങ്ങിൽ എന്ത് ചെയ്തു? പുള്ളിച്ചതെടുത്ത് അവന്റെ അധരത്തിൽ വെച്ചു കൊടുത്തു. അവൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, കർത്താവേ, സകലതും നിവൃത്തിയായപ്പാ. എന്തുവാ കാൽവരിയിൽ നിവൃത്തിയായത്? ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വേഗം ആരംഭിക്കാൻ റോമൻസ് 5:17 റോമൻസ് 5:17 വാക്യം കൊടുക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് റോമ സഭയ്ക്ക് എഴുതിയ ലേഖനം 5:17 അവർ വായിച്ചു. ഏകന്റെ ലംഘനത്താൽ മരണം നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യോഹന്നാൻ 19:30 നമ്മൾ വായിച്ചു. കാൽവരിയിലെ അവസാനത്തെ മൊഴി, കാൽവരിയിൽ നിന്ന് യേശുവപ്പയുടെ വായിൽ നിന്ന് പുറപ്പെട്ട അവസാനത്തെ മൊഴി, പിതാവേ, സകലതും നിവൃത്തിയായിരിക്കുന്നപ്പാ. ഹല്ലേലൂയ. എന്താ നിവൃത്തിയായത്? ഏകൻ മുഖാന്തരമുള്ള പാപത്തിന്റെ ഹല്ലേലൂയ തകർച്ചയുടെ അവസ്ഥയിൽ നിന്നും ആദാം മുഖാന്തരം ലോകത്തിൽ കടന്നു വന്ന പാപശക്തിയെ മാനവരാശിയിൽ നിന്ന് എടുത്തു മാറ്റുവാൻ അവസാനത്തെ ആദാമായ വചനമായ ദൈവം കാൽവരിയിൽ എനിക്കും നിനക്കും വേണ്ടി പ്രണഞ്ഞ് ഇല്ലാതായി തീർന്നു. ഒരു യാഗത്തെ എന്നേക്കുമായി പൂർത്തീകരിച്ചു. ഈ യാഗങ്ങളില്ല ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാവിന്റെയും രക്തമൊഴുകണ്ട മനുഷ്യക്കുരുതി നടക്കരുത്. എന്റെ പിതാവിന് ഇഷ്ടമല്ല. ഇനിയും
നിങ്ങളത് ആചരിക്കരുത്. എന്റെ രക്തത്തിൽ എന്റെ ചോരയിൽ ആശ്രയിക്കുന്ന ഒരു വീണ്ടെടുപ്പുണ്ട്. രാമൻ പറഞ്ഞാട്ട് അപ്പോസ്തല പ്രവർത്തികൾക്ക് അകത്ത് ലൂക്കോസ് എഴുതുമ്പോൾ ഇപ്രകാരം എഴുതുന്നു. പൗലോസ് എൻ്റർ ചെയ്യുന്ന ആ അപ്പോസ്തല പ്രവർത്തികളുടെ എഴുത്തിന് വ്യത്യാസം വരികയാണ്. പൗലോസിന്റെ ശുശ്രൂഷകളെ വലിയൊരു വർണ്ണന അവിടെ കാണാൻ കഴിയുന്നു. പൗലോസിന്റെ ശുശ്രൂഷകൾ ക്രൈസ്തവ മണ്ഡലത്തെ നഗരത്തിലേക്കും പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിലേക്കും കത്തിപ്പടരുന്ന ഒരു ആവേശമാക്കി ഇതിനെ മാറ്റി. അതുകൊണ്ട് തന്നെ പൗലോസിന്റെ ലേഖനങ്ങൾക്ക് ഭയങ്കര പ്രസക്തിയുണ്ട്. റോമാലേഖനം കരുതപ്പെടുന്നത് വിശുദ്ധ ബൈബിളിലെ ഒരു അടിസ്ഥാന ഉപദേശമായിട്ടാണ്. അല്ലെങ്കിൽ റോമാലേഖനത്തിനകത്ത് പഴയ നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ സത്തിനെ കണ്ടന്റിനെ നമുക്ക് കാണാൻ കഴിയുന്നു. എന്തിന് യേശു വന്നു, എന്തിന് കാലുകളിൽ പിടഞ്ഞ് ഇല്ലാതായി തീർന്നു, എന്നെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ജീവനിൽ അധികമായി വാഴേണ്ടതിന്. എന്തോ ജീവനിൽ അധികമായി വാഴുക എന്ന് പറഞ്ഞാൽ സാമ്പത്തിക മണ്ഡലത്തിൽ, ആരോഗ്യ മണ്ഡലത്തിൽ, എന്റെ കുടുംബ ജീവിത വിഷയങ്ങളുടെ മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ ഒരു വാഴ്ച സമാധാനത്തിന്റെ സന്തോഷത്തിന്റെ ഒരു അനുഭവം അത് ദൈവം കാൽവരിയിൽ എനിക്ക് വേണ്ടി വലിയൊരു പ്രോജക്ട് ജീവിതത്തിൽ കൽപ്പിച്ചു. ആ പൂർത്തീകരണ ശുശ്രൂഷയിൽ ഞാൻ ആശ്രയിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പൈശാചിക വ്യാപാരത്തിനും എന്നെ തൊടാൻ കഴിയത്തില്ല. അങ്ങനെ ആരെയും വിശ്വസിക്കുന്നു അവരുടെ രോഗബന്ധനം ഇപ്പോൾ തന്നെ കഴിയും. പറഞ്ഞാണ് അപ്രകാരം ആരങ്ങനെ വിശ്വസിക്കുന്നു നടക്കത്തില്ലെന്ന് ചിന്തിക്കുന്ന മണ്ഡലങ്ങളുടെ മറുപടി ഉണ്ടാകും. ഒരാമീൻ പറഞ്ഞാട്ട് ശക്തിയോട് സ്തുതിച്ചാണ്. നിന്നെ പാഠിക്കളയേണ്ടതിന് പിശാച് എന്നോട് അനുവാദം ചോദിച്ചു. ഞാൻ എന്നെ ഫൽസിച്ചു കളഞ്ഞു. അതാ എന്റെ യേശു, അതാ എന്റെ യേശു കർത്താവ്. ഹല്ലേലൂയ. പരീക്ഷകളെ അനുവദിക്കുന്നവനല്ല. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ദുഷ്ട സാന്നിധ്യത്തെ ഫൽസിച്ചു പുറത്താക്കുന്നവന്റെ വ്യാപാരം ഇത് ഏറ്റെടുക്കുന്നവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കപ്പെടുന്നു. ജയം നിന്റെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. ജീവനും ഭക്തിക്കും വേണ്ടിയ സകലതും നിങ്ങൾ ആകുലപ്പെടരുതേ. മത്തായിയുടെ സുവിശേഷം 6-7 അധ്യായങ്ങളുടെ കണ്ടന്റ്. ആകുലപ്പെടരുതേ. ടെൻഷൻ അടിക്കണ്ട കേട്ടോ. നിങ്ങൾ ബലഹീനരായിരിക്കാം, അശക്തരായിരിക്കാം, ദോഷികളായിരിക്കാം. പക്ഷേ നല്ല ദാനങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ സപ്ലൈ ചെയ്യുന്ന ഒരു പിതാവിനെ പറ്റി ഞാൻ നിങ്ങൾ പങ്കുവെക്കുകയാണ്. അവൻ നിങ്ങളെ കൈവിടത്തില്ല, അവൻ നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനത്രേ, അവൻ തന്റെ വാക്ക് മാറ്റത്തില്ല. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അരുമനായ യേശു പലതിനെ ചൊല്ലി നീങ്ങിയിരിക്കുന്ന ജീവിതത്തിൽ, പലതിനെ ചൊല്ലി ടെൻഷൻ അടിച്ച് തല ഉയർത്താൻ പറ്റാത്ത രീതിയിൽ ഇരിക്കുന്നവരുടെ ജീവിതത്തിൽ ഇന്ന് നടക്കാൻ ഞാൻ പരാജിതനല്ല, മരണത്തെ ജയിച്ച പാപത്തിന്റെ മേൽ ജയം കൊണ്ടാടിയ ദുഷ്ടാത്മ ശക്തികളെ കാൽക്കീഴാക്കിയ എന്നിൽ നിന്നും പാപത്തെയും രോഗത്തെയും എടുത്തു മാറ്റി എന്നെ ജയോത്സവമായി നടത്തുന്ന എന്റെ കർത്താവ്, ആ കർത്താവിന്റെ കൃപ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരുടെ ജീവിതത്തിൽ ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വലുതും ശക്തവുമായ വെളിപ്പെടട്ടെ പ്രാർത്ഥിക്കുക. സ്വർഗം അതിന്റെ പ്രാർത്ഥന സ്വീകരിച്ചു. അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. ലാസ്റ്റ് ഡേ മിനിസ്ട്രി ബ്രൈറ്റ് ചർച്ച് പ്ലാറ്റ്ഫോമിൽ ഈ വചനം കേട്ട എല്ലാവരും ഈശോയുടെ നാമത്തിൽ